മഞ്ഞിഫിക്ക ഹുമാനിത്താസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനം, പരിശുദ്ധ ലയോ പാപ്പായുടെ ചാക്രിക ലേഖനം, അത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിൽ എന്താണ് പുതുമയുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്, അതിനെ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ വിവേചിക്കേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും പറയുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവ് ഈ മനുഷ്യ മഹത്വം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പല രീതിയിൽ ഭീഷണി നേരിടുന്നു എന്ന് കണ്ട് വളരെ സമഗ്രമായ ഒരു ദർശനമാണ് ഇതിനകത്ത് തരുന്നത്. അതില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസസും എല്ലാം അതിനകത്ത് വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫോക്കസ് മുഴുവൻ മനുഷ്യ മഹത്വമാണ്, ഹ്യൂമൻ ഡിഗ്നിറ്റി. അത് ഇന്ന് വല്ലാണ്ട് ചോർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവ് യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, സ്ലേവറിയെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ പുതിയ ഒരു സ്നേഹത്തിന്റെ സംസ്കാരം വളർത്തേണ്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇപ്പോഴത്തെ കാലത്തെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഔട്ട്ലുക്ക് മാസിക, ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ദേശീയ വാരിക, അതിന്റെ ഏറ്റവും കവർ പേജ് തന്നെ വന്നത് ദ സ്ലോ ഡെത്ത് ഓഫ് IT സെക്ടർ ജോബ്സ് എന്നുള്ളതായിരുന്നു. അതായത് IT സെക്ടർ ജോബുകളെല്ലാം പതുക്കെ പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് ഇതാണ്: ഇന്ത്യയിൽ 6 മില്യൺ 60 ലക്ഷം IT സെക്ടർ ജോബ്സ് ആണുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം 1.5 ലക്ഷം IT ജോബ്സ് നഷ്ടപ്പെട്ടു. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നമ്മൾ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ പല കാര്യങ്ങളും AI ചെയ്തു തുടങ്ങിയപ്പോൾ കമ്പനികളെല്ലാം പതുക്കെ പതുക്കെ ജോലിക്കാരെ പിരിച്ചുവിട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി 15,000 പേരെയാണ് കഴിഞ്ഞ വർഷം പിരിച്ചുവിട്ടത്, ആമസോൺ 30,000 പേരെ പിരിച്ചുവിട്ടു. പരിശുദ്ധ പിതാവ് ഈ വിഷയം ഈ ചാക്രിക ലേഖനത്തിൽ പരാമർശിക്കുന്നു. ഇതിന്റെ പേരിൽ, AIയുടെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ട്, തൊഴിലിലൂടെ മനുഷ്യന് കിട്ടേണ്ട ഒരു മഹാത്മ്യമെല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യൻ ടെക്നോളജിയുടെ ഇരയാകുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം നമ്മളിപ്പം ഇന്നലെ അവസാനിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഇറാൻ യുദ്ധം, അതിനെക്കുറിച്ച് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ AI വാർ ആണ് ഇപ്പോൾ അവസാനിച്ചത്. അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുദ്ധമാണ്. അത് വെറും 96 മണിക്കൂറിനുള്ളിൽ 2000-ഓളം വ്യത്യസ്ത ഡെസ്റ്റിനേഷനുകളിൽ ബോംബാക്രമണം നടത്താനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല. 2000-ഓളം വ്യത്യസ്ത ലൊക്കേഷനുകളിൽ വെറും 96 മണിക്കൂറിനുള്ളിൽ ബോംബ് വർഷിക്കാൻ. അത് മുഴുവൻ ഇവര് ചെയ്തത് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെ വന്നപ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു ഫെയിലിയറും പുറത്തു വന്നു. നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഇറാൻ യുദ്ധം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ മിനാബ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്കൂള് ഇവര് ബോംബ് ചെയ്തു. 180-ഓളം പെൺകുട്ടികൾ മരണപ്പെട്ടു. ലോകം മുഴുവൻ ആകപ്പാടെ അസ്വസ്ഥമായ ഒരു കാര്യമായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത്, ഈ സ്കൂൾ നേരത്തെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ ആസ്ഥാനമായിരുന്നു. അതാണ് AIയുടെ അൽഗരിതത്തിൽ അത് മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷെ അവരത് മാറ്റി ഒരു സ്കൂളാക്കി. അത് വന്നില്ല. അതുകൊണ്ട് AIയോട് ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ AI തിരഞ്ഞെടുത്തത് ഇതൊക്കെയാണ്. അവസാനം സ്കൂള് അവർ ബോംബിട്ടു, കുഞ്ഞുങ്ങള് മരിച്ചുപോയി. സമാനതകളില്ലാത്ത കാര്യക്ഷമതയാണ് AIയിലൂടെ ലഭിക്കുന്നത്. കാരണം മനുഷ്യൻ വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നതൊക്കെ വളരെ സ്പീഡിൽ ചെയ്യും. നമ്മുടെ പിള്ളേരൊന്നും ഇപ്പം മെനക്കെട്ട് ഉപന്യാസങ്ങളോ അല്ലെങ്കിൽ അസൈൻമെന്റോ ഒന്നും എഴുതാറില്ലല്ലോ. എല്ലാം അവന് 2-3 മിനിറ്റിനുള്ളിൽ AI ചെയ്തു കൊടുക്കും. പിന്നെ വെറുതെ എന്തിനാണ് മെനക്കെടുന്നത്? അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും മാനുഷികമായ കുറവുകളെ, ബലഹീനതകളെ, കുറ്റങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു വലിയ ഒരു ടൂള് പോലെയാണ് മനുഷ്യനെതിരെ കരുതുന്നത്. ഇപ്പൊ ഞാൻ ഈ അടുത്ത നാളിൽ കേട്ടു, കഴിഞ്ഞ 80 വർഷമായിട്ട് പരിഹരിക്കാൻ പറ്റാഞ്ഞ ഒരു മാത്തമാറ്റിക് പസില് വളരെ പെട്ടെന്ന് AI അത് സോൾവ് ചെയ്ത് കൊടുത്തു എന്ന്. അപ്പൊ അത്രമാത്രം സ്പീഡ് അവിടെയുണ്ട്.
അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ലോകം മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഇങ്ങനെ AI എല്ലാം ഉപയോഗിച്ച് ടെക്നോളജി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ പണിയുന്ന ഈ ലോകം ഒരു ബാബേൽ ഗോപുരമാണോ അതോ നെഹമിയ പണിതുയർത്തിയ ജെറുസലേം പട്ടണമാണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ബാബേൽ ഗോപുരത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ആകാശം മുട്ടുന്ന ഒരു ഗോപുരം നമുക്ക് പണിയാം. എന്തിനാ? നമുക്ക് പേരുണ്ടാക്കാനായിട്ടാണ്. എന്നിട്ട് എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ വലിയ കൺട്രോൾ കിട്ടുകയാണ്. ദൈവം പക്ഷെ അതിനകത്ത് ഒരു കുറവേ ഉള്ളൂ. ആകാശം മുട്ടുന്ന ഗോപുരം പണിയുമ്പോഴും ആ പദ്ധതിയിൽ ദൈവമില്ല, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ ആ പവറിന് വേണ്ടിയിട്ട്, അവന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ബാബേൽ ഗോപുരം പണിയുകയാണ്. പരിശുദ്ധ പിതാവ് പറയുന്നത് അതൊരു സെൽഫ് ഫുൾഫിൽമെന്റിന്റെ, സ്വയം പര്യാപ്തതയുടെ ഒക്കെ ഒരു അടയാളം പോലെയാണത്. അവിടെ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കമൊന്നുമില്ല. ഒരു വല്ലാത്തൊരു നിഗളിപ്പിന്റെ ഒരു അടയാളമായിട്ട് അത് മാറുകയാണ്. കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് മനുഷ്യന്റെ മഹത്വം ബലികഴിക്കുന്ന ഒരു അവസ്ഥയായി ബാബേൽ ഗോപുരത്തെ ലിയോ പാപ്പ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനൊരു മറുപടിയായിട്ട് പാപ്പ ചൂണ്ടിക്കാട്ടുന്നത് ജെറുസലേം പട്ടണത്തിന്റെ നിർമ്മാണമാണ്. അത് നെഹമിയ ജെറുസലേമിന്റെ മതിലുകൾ പണിയുന്നു. അദ്ദേഹം വന്ന് കണ്ടു, ജെറുസലേമിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹം വേദനിക്കുന്നു. അദ്ദേഹം ചെയ്തത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ അദ്ദേഹം വീണുകിടന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, മധ്യസ്ഥത വഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തെ മുൻനിർത്തി അദ്ദേഹം ഒരു പദ്ധതി ഉണ്ടാക്കുകയാണ്. ദൈവത്തെ മുൻനിർത്തി പദ്ധതി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം മനുഷ്യനെ ഒഴിവാക്കുകയോ മനുഷ്യന്റെ ബലഹീനതകളെ ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്. മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ ഒരുമിപ്പിച്ച് ജോലികൾ പകുത്തു നൽകി, അങ്ങനെ കല്ലും മണ്ണും ഉപയോഗിച്ച് പണിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ബന്ധങ്ങൾ പണിതുയർത്തിയെന്ന് പാപ്പ മനോഹരമായിട്ട് പറയുന്നു. മനുഷ്യ ബന്ധങ്ങൾ പണിതുയർത്തിയിട്ടാണ് കല്ലും മണ്ണും കൊണ്ട് പണിയാൻ തുടങ്ങിയത്. എന്നിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് നമുക്കൊരു ബാബേൽ സിൻഡ്രം ആണ് ഇപ്പോൾ. എന്താണത്? ലാഭത്തെ വിഗ്രഹമാക്കുക. പ്രോഫിറ്റ് വേണം. അതിനകത്ത് മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കും. മനുഷ്യന് പണം കിട്ടുന്നില്ലെങ്കിലോ മനുഷ്യന് വേതനം കിട്ടുന്നില്ലെങ്കിലോ ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. ഞങ്ങൾക്ക് വേണ്ടത് പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് മനുഷ്യന്റെ ബലഹീനതകളെയോ കുറവുകളെയോ തെറ്റുകളെയോ എല്ലാം തിരസ്കരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ. ഒരു ഡിജിറ്റൽ ലാംഗ്വേജ് കൊണ്ടുവന്ന് എല്ലാത്തിനെയും കൈപ്പിടിയിലാക്കാനുള്ള ഒരേ ഒരു ഭാഷയിലൂടെ എല്ലാത്തിനെയും കൈപ്പിടിയിലാക്കാനുള്ള ഒരു വ്യഗ്രത. മനുഷ്യരുടെ വ്യത്യസ്തതകളെ അംഗീകരിക്കാതെ എല്ലാവരെയും ഒരുപോലെ ഫലപ്രാപ്തിയിലേക്ക് എല്ലാവരെയും കരുതുന്ന ഒരവസ്ഥ. വ്യക്തി എന്ന രഹസ്യത്തെ കുറച്ച് ഡേറ്റയായും പെർഫോമൻസ് ആയും എല്ലാം കരുതുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് ബാബേൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഇത് നമുക്കും വരാം. വ്യക്തിയെ വെറും ഡേറ്റയായിട്ട് മാത്രം കാണുക. അതുപോലെ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇവൻ കൊള്ളാവോ, കാര്യത്തിന് കൊള്ളാവുന്നവനാണെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ അവനെ ഉപേക്ഷിക്കുക. ബലഹീനർക്കൊന്നും ഈ ലോകത്ത് ഒരു വിലയില്ല. അവിടെ അബോർഷൻ ഒന്നും ഒരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. കാരണം വേണ്ടെങ്കിൽ വേണ്ട, അത് കളഞ്ഞേക്കുക. വൈകല്യങ്ങളുള്ള മനുഷ്യരെ പരിഗണിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ബേർഡനാണ്, അതെല്ലാം ഒഴിവാക്കിയേക്കുക. അങ്ങനെ ഒരു വല്ലാത്ത കൃത്രിമമായ ലോകം ഇത് സൃഷ്ടിക്കുന്നു. അവിടെ ഈ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു ചാക്രിക ലേഖനം എഴുതുന്നത്. മനുഷ്യന്റെ മഹത്വം വെല്ലുവിളിക്കപ്പെടുന്നു. അത് ഏറ്റവും പുതിയ അതിന്റെ ഭീഷണി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെയും ഈ ഡിജിറ്റൽ വേൾഡിലൂടെയും ഒക്കെയാണ്. അതുകൊണ്ട് കാലത്തിന്റെ സൂചനകളെ വ്യാഖ്യാനിച്ച് മനുഷ്യ മഹത്വം ലോകത്തോട് പറയാനുള്ള ഒരു ദൗത്യം പരിശുദ്ധ പിതാവ് നിർവഹിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഇതിന്റെ ആദ്യ ഭാഗത്ത് റേരും നൊവാരം തുടങ്ങി. അതിനൊക്കെ മുമ്പ് തന്നെ സഭാപിതാക്കന്മാർ തുടങ്ങി സാമൂഹിക പ്രബോധനങ്ങൾ ഇന്ന് എവിടം വരെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. തൊഴിലിന്റെ മഹത്വം, തൊഴിലാളിയുടെ മഹത്വം, അതുപോലെ മനുഷ്യന്റെ മഹത്വം. കുറച്ചാളുകളുടെ കയ്യിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു, ദാരിദ്ര്യം വർദ്ധിക്കുന്നു, മനുഷ്യത്വം വളരാത്ത സ്ഥാപനങ്ങൾ വരുന്നു. പിന്നെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പരിശുദ്ധ പിതാക്കന്മാര് എഴുതി. മതസ്വാതന്ത്ര്യം മൗലികാവകാശമാണ്. അതുപോലെ പിന്നീട് വന്ന് നമുക്കറിയാം ഫ്രാൻസിസ് പാപ്പ പരിസ്ഥിതിയുടെ ആ ചൂഷണത്തെ കുറിച്ച് എഴുതുന്നുണ്ട്.
അങ്ങനെ ഭൂമിയുടെ കരച്ചിലും പാപങ്ങളുടെ കരച്ചിലും എല്ലാം നമ്മൾ ശ്രമിക്കേണ്ടതാണെന്ന് പറയുന്നു. വസ്തുക്കളുടെ സാർവത്രികമായ വിതരണ ലക്ഷ്യത്തെക്കുറിച്ച് പരിശുദ്ധ പിതാക്കന്മാർ എഴുതുന്നുണ്ട്. ഇങ്ങനെയെല്ലാം കാലത്തിനനുസരിച്ച് ആവശ്യമായതെല്ലാം പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് പ്രബോധനങ്ങളോട് തരുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തതാണ് ലിയോ പാപ്പായുടെ ഈ ചാക്രിക ലേഖനം. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മള് ഇതിനെ എല്ലാം നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്നാണ് പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് പറയുന്നത്. അദ്ദേഹം ഇതിനെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല, ടെക്നോളജിയെ തള്ളിക്കളയുന്നില്ല. അത് ന്യൂട്രൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിലയിരുത്താനുള്ള ചില പ്രിൻസിപ്പിൾസ് പറയുകയാണ്. ആ പ്രിൻസിപ്പിൾസ് എല്ലാം കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ അടിസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു ചാക്രിക ലേഖനം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനത്തെ കുറിച്ച് നല്ല ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു നന്മ. ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് അതിനകത്തുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ 3 കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, മനുഷ്യ വ്യക്തി ത്രിയേക ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ത്രിയേക ദൈവം എന്ന് എടുത്തു പറയുന്നതിന്റെ കാരണം അതിൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ബന്ധപ്പെട്ടിരിക്കുന്ന 3 വ്യക്തികൾ. അപ്പൊ മനുഷ്യ വ്യക്തിയിൽ തന്നെ ഈ ബന്ധങ്ങളുടെ പ്രത്യേകതയുണ്ട്. അവനെ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ കാണാനായിട്ട് സാധിക്കില്ല. രണ്ടാമതായിട്ട് മനുഷ്യരുടെ തുല്യ മഹത്വം, എല്ലാവർക്കും ഒരേ മഹത്വമാണുള്ളത്. അതിന്റെ കാരണം ദൈവസ്നേഹം അതിരുകളില്ലാത്തതാണ്. കഴിവുള്ളവനും കഴിവില്ലാത്തവനും, ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും, സമ്പത്തുള്ളവനും ദരിദ്രനുമെല്ലാം ഒരേ മഹത്വമാണ്. അതുപോലെ മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ മഹത്വത്തിന്റെ പ്രകാശനമാണ്. നമുക്കറിയാം, ഹ്യൂമൻ റൈറ്റ്സ് എന്ന പദം തന്നെ ആദ്യം ഉപയോഗിക്കുന്നത് തെർത്തുല്യൻ എന്ന സഭാപിതാവ് 2-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ നമ്മുടെ കത്തോലിക്ക ക്രൈസ്തവ പാരമ്പര്യത്തിലാണ് ഇതെല്ലാം വളർന്നു വന്നത്. ഈ 3 അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് വേണം പുതിയ പുതിയ വളർച്ചയെ, വികസനത്തെ നമ്മൾ വിലയിരുത്താൻ എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. മനുഷ്യന്റെ മഹത്വം, ദൈവം അവന് നൽകിയ മഹത്വം, അത് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണം എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ കുറച്ച് തത്വങ്ങൾ, സാമൂഹിക പ്രബോധനത്തിന്റെ കുറച്ച് തത്വങ്ങൾ, അതായത് ഏത് കാര്യമാണെങ്കിലും, അത് ഡിജിറ്റൽ ആണെങ്കിലും തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങളാണെങ്കിലും വിലയിരുത്താനുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഇത് പൊതു നന്മയെ സഹായിക്കുന്നതാണോ, കോമൺ ഗുഡിനെ സഹായിക്കുന്നതാണോ? ഏത് പ്രവർത്തനത്തിന്റെ ലക്ഷ്യം പൊതു നന്മയായിരിക്കണം. കാരണം ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ പാർട്സ്. ഒരു കാര്യത്തിന്റെ പൊതുവായ ഒരു ലക്ഷ്യം അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ലക്ഷ്യങ്ങളെക്കാളും ഒക്കെ വളരെ വലുതാണ്, നന്മയുണ്ട്. അതുകൊണ്ട് ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ പാർട്സ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ പോലും ലക്ഷ്യം പൊതുനന്മയായിരിക്കണം. രണ്ടാമതായിട്ട്, നമുക്ക് ദൈവം നൽകുന്ന വിഭവങ്ങൾ, മണ്ണ്, വെള്ളം, വായു, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. സാർവത്രികമായ അവകാശമുണ്ട്. കുറച്ചുപേര് മാത്രമേ ഈ വായുവിന്റെയും മണ്ണിന്റെയും വെള്ളത്തിന്റെയും എല്ലാം അവകാശം വെച്ചുകൊണ്ടിരിക്കുന്നത് ന്യായീകരിക്കാനാവില്ല. പരിശുദ്ധ പിതാവ് പുതിയ കാലത്തെ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. പേറ്റന്റുകൾ, അൽഗറിതംസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഡേറ്റ. ഈ ഡേറ്റയൊക്കെ കുറച്ചുപേര് മാത്രം കൈകാര്യം ചെയ്യുക. ഡേറ്റ ഉള്ളവനാണ് ഇന്ന് ഏറ്റവും വലിയ പവർഫുൾ എന്നാണ് പറയുന്നത്. അമേരിക്ക ഈ പറയുന്ന ബോംബെല്ലാം കൊണ്ടിട്ടത് അവന്റെ ഡേറ്റ വെച്ചോണ്ടാണ് എന്ന് പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഡേറ്റ ഉള്ളവനാണ് കരുത്തൻ. പക്ഷെ ഈ ഡേറ്റ കുറച്ചുപേര് മാത്രം കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല. ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇപ്പോ വിഭവങ്ങളുടെ സാർവത്രികമായ അവകാശം, അതുപോലെ തന്നെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി എന്ന് വെച്ചാൽ എല്ലാം രാഷ്ട്രം തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. എല്ലാം ഒരു സ്റ്റേറ്റിന്റെ സർവാധികാരം അത് പാടില്ല. അത് വ്യക്തികൾക്ക് ചെയ്യാവുന്നത് അവർക്ക് വിട്ടുകൊടുക്കണം, സംഘടനകൾക്ക് ചെയ്യാവുന്നത് അവർക്ക് വിട്ടുകൊടുക്കണം, സഭയ്ക്ക് ചെയ്യാവുന്നത് സഭയ്ക്ക് വിട്ടുകൊടുക്കണം. അല്ലാതെ എല്ലാം കൂടെ ഈ സ്റ്റേറ്റ് തന്നെ കൈപ്പിടിയിലാക്കാൻ പാടില്ല. പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി ആണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവത്തിന്റെ ഛായയും സാദൃശ്യമുള്ളവരാണ്. അതുകൊണ്ട് വലിയൊരു കൂട്ടായ്മയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, എല്ലാവർക്കും മഹത്വപൂർണമായ ജീവിതം ലഭിക്കാനായിട്ട് അവകാശമുണ്ട്. അപ്പൊ ഇത്രയും പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ട് ഇതിന്റെ അവസാന ഭാഗത്ത് പരിശുദ്ധ പിതാവ് പറയുന്നത് ഈ AI കുറിച്ച് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം,
എഫിഷ്യൻസിയും കൺട്രോളും പ്രോഫിറ്റും മാത്രം, കാര്യക്ഷമത, പിന്നെ ഒരു പവറ്, അതുപോലെ ലാഭം, ഇത് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ തീരുമാനങ്ങളും എടുക്കരുത്. കാരണം അങ്ങനെ വരുമ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യന് ചൂഷണം ചെയ്യാനുള്ള ഒരു വസ്തു മാത്രമായിട്ട് മാറുകയാണ്. അവന്റെ പ്രോഫിറ്റിന് വേണ്ടി, അവന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ആരെയും ചൂഷണം ചെയ്യാം. അപ്പോ അങ്ങനെ വരുമ്പോൾ മനുഷ്യകുലം സ്വന്തം നേട്ടങ്ങളുടെ തന്നെ ഇരയായി പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോ നമുക്ക് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്, ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെയും ഡേറ്റയുടെയും എല്ലാം ഇതിന്റെ ഒന്നും നിയന്ത്രണം രാജ്യത്തിന്റെ കയ്യിലല്ല. ഇപ്പൊ ഒരു രാജ്യം ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരാണ്. ഈ സർക്കാരിന് ഇതിന്റെ നിയന്ത്രണമില്ല. ഇത് കുറച്ച് കമ്പനികളുടെ കുത്തകയാണ്. അങ്ങനെ വരുമ്പോൾ ആ കമ്പനികളുടെ ധാർമ്മികത, അത് ക്രൈസ്തവ ധാർമ്മികതയൊന്നും ആയിരിക്കണമെന്നില്ല, അത് പൊതു നന്മയൊന്നും ആയിരിക്കണമെന്നില്ല. കമ്പനിയുടെ ധാർമ്മികത പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ധാർമ്മികതയാണ്. അതിനു പറ്റിയ ഒരു ഡിസൈനാണ് AI കൊണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മനുഷ്യബുദ്ധിയും മനസാക്ഷിയും സ്വാതന്ത്ര്യവും എല്ലാം നിർമ്മിത ബുദ്ധിക്കും അടിയറവ് വയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് പാപ്പ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നിർമ്മിത ബുദ്ധിക്ക് അനുഭവങ്ങളില്ല, ശരീരമില്ല, സന്തോഷവും ദുഃഖവും ഇല്ല, ബന്ധങ്ങളില്ല, ധാർമ്മിക മനസാക്ഷിയില്ല. അവന്റെ മുമ്പിൽ ഒരു ഇന്റലിജൻസ്, ഒരു നിർമ്മിത ഇന്റലിജൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ബുദ്ധി മാത്രം പോരല്ലോ മനുഷ്യന് വികാരങ്ങളുണ്ട്, മനുഷ്യന് ബന്ധങ്ങളുണ്ട്, മനുഷ്യന് സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, മനുഷ്യന് ശാരീരികമായ ആരോഗ്യമുണ്ട്, ചിലപ്പോൾ അനാരോഗ്യത്തിന്റെ ഇതുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കേവലം ബുദ്ധിയുടെ തലത്തിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ധാർമ്മികമായിട്ട് ഒരു ന്യൂട്രൽ അല്ലാത്ത സംവിധാനമായിട്ട് AI മാറുകയാണ്. അതായത് ഇത് കൈവശം വെക്കുന്ന കമ്പനികളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ ഏത് രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതി വരുന്നു. അവിടെയാണ് പിതാവ് ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു ടെർമിനോളജി, ഡിസാം AI നിരായുധീകരിക്കുക. അതിനെ നമ്മൾ മത്സരങ്ങൾക്ക് ഉപയോഗിക്കരുത്. കുറച്ച് കമ്പനികൾ ശ്രദ്ധിക്കുന്നതാണ്. ഗൂഗിള് ശ്രമിക്കുന്നത് NVIDIAയേക്കാളും മെച്ചപ്പെട്ട ആൽഗരിതംസ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെച്ചപ്പെട്ട ചാറ്റ് ബോർഡുകളും മെച്ചപ്പെട്ട AI ടൂളുകളും ഉണ്ടാക്കാൻ മത്സരിക്കുമ്പോൾ അതൊരു യുദ്ധമായിട്ട് തന്നെ മാറുകയാണ്. ഞാൻ സമാപിപ്പിക്കാൻ എന്റെ സമയമൊക്കെ ആയി വരുന്നുണ്ട്. കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. 2 മിനിറ്റോടെ എനിക്ക് തന്നെ ഞാൻ തീർക്കാം. അപ്പൊ നമ്മൾ ഇവിടെ പരിശുദ്ധ പിതാവ് ഇതിനെ വളരെ സർഗാത്മകമായിട്ടാണ് ഇതിനെ കാണുന്നത്. അദ്ദേഹം ഇതിനൊരു പരിഹാരമായിട്ട് പറയുന്നത് എന്താണ്? ഒരു പുതിയ സംസ്കാരം സൃഷ്ടിക്കുക. അതായത് ഈ ഒരു എൻസൈക്ലിക്കലിന്റെ ഒരു പ്രത്യേക നോവൽറ്റി എന്ന് പറയുന്നത് മനുഷ്യ മഹത്വം ദൈവത്തിന്റെ ദാനം മാത്രമല്ല, നമ്മുടെ ഒരു ദൗത്യം കൂടിയാണ് എന്ന് പറയുന്നു. അതായത് ഈ മനുഷ്യ മഹത്വം വർദ്ധിപ്പിക്കേണ്ടത്, മനുഷ്യ മഹത്വം വളർത്തേണ്ടത് നമ്മുടെ ഒരു ദൗത്യം കൂടിയാണ്. അതെങ്ങനെയാണ് ഈ മനുഷ്യ മഹത്വം നമ്മുടെ ദൗത്യത്തിൽ നമ്മുടെ വളർത്തേണ്ടത്? അത് പ്രധാനമായിട്ടും പരിശുദ്ധ പിതാവ് പറയുന്നത് നമ്മുടെ വാക്കുകൾ നിരായുധീകരിച്ച് സമാധാനത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള ഒരു പരിശീലനം നമ്മൾ കൊടുക്കണം. അതോടൊപ്പം പരസ്പരമുള്ള സംഭാഷണങ്ങൾ നമ്മൾ പരിശീലിക്കണം. നമ്മള് ഒരു ഇപ്രകാരം ഒരു നല്ല ഒരു സംസ്കാരം, അതായത് മനുഷ്യ മഹത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരം, അവിടെയാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു ചിന്ത പരിശുദ്ധ പിതാവ് കൊണ്ടുവരുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിച്ച് മനുഷ്യ മഹത്വത്തെ കുഞ്ഞുങ്ങളുടെയും ഒരു തലമുറയുടെയും മനസ്സിൽ ഉറപ്പിച്ച് പുതിയൊരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരിക. അദ്ദേഹം പറയുന്നത് ആത്മീയത എന്ന് പറയുന്നതിന് പുതിയൊരു നിർവചനവും കൂടെ പാപ്പ കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ബിക്കമിങ് എ വൈസ് ആർക്കിടെക്ട്. അതായത് പൊതു നന്മയ്ക്ക് വേണ്ടി ലോകത്തെ നിർമ്മിക്കാൻ തയ്യാറാവുക, അതാണ് ആത്മീയത. പൊതു നന്മയ്ക്ക് വേണ്ടി ലോകത്തെ നിർമ്മിക്കാൻ തയ്യാറാവുക. അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ പരിമിതികളൊക്കെ ദൈവത്തിന്റെ കരുണ നിറയാനുള്ള അവസരങ്ങളായിട്ട് മാറും, കൂടുതൽ സ്നേഹിക്കാനുള്ള അവസരങ്ങളായിട്ട് മാറും. സത്യത്തെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ നല്ല വിദ്യാഭ്യാസത്തിലൂടെ രൂപീകരിക്കുക. പരിശീലനത്തിൽ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം.
നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണം, പ്രത്യേകിച്ച് ഫിസിക്കൽ പ്രസൻസ്, ഒരുമിച്ച് കൂടാനും പങ്കുവയ്ക്കാനും വേദികൾ ഉണ്ടാക്കണം, നീതിയെയും സമാധാനത്തെയും സ്നേഹിക്കുക. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഒരിക്കലും AI ഒരു നെഗറ്റീവ് ലൈറ്റിലല്ല കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഒരു പ്രതിസംസ്കാരം രൂപീകരിച്ച് നമ്മൾ ഇതിനെ മഹത്വത്തോട്, മനുഷ്യന്റെ മഹത്വം വർദ്ധിക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ക്രൈസ്തവ കത്തോലിക്ക സാമൂഹിക പ്രബോധനത്തിന്റെ ഏറ്റവും കാലികമായ ഒരു വേർഷനാണ് നൽകുന്നത്.